മദ്രസയിൽ നിന്ന് വളരെ അകലെയായിരുന്നു ആ കുട്ടിയുടെ വീട്. ജീലാൻ എന്ന ഗ്രാമത്തിൽ. മദ്രസയിൽ പോകാൻ ഏറെ ദൂരം സഞ്ചരിക്കണം. മദ്രസ എത്തിയാൽ അവിടെ തന്നെ താമസിക്കും. കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന സ്ഥാപനമാണത്. ഇടയ്ക്കൊരിക്കൽ കുട്ടി വീട്ടിൽ വന്നു. ഉമ്മയുടെ കൂടെ കുറച്ചു ദിവസം താമസിച്ചു. അതിനുശേഷം തിരിച്ചു പോവുകയാണ്. ചെലവിന് പണം വേണം. അക്കാലത്ത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് നടപ്പിലുണ്ടായിരുന്നത്. ഉമ്മ ഏതാനും നാണയത്തുട്ടുകൾ മകന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. എത്ര നാണയങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞു, മോനെ, എന്തു വന്നാലും മോൻ സത്യമേ പറയാവൂ. അതെ ഉമ്മ, സത്യം മാത്രമേ പറയുകയുള്ളൂ. മോൻ വാക്കു കൊടുത്തു. മോൻ വീട്ടിൽ നിന്നിറങ്ങി നീണ്ട വഴിയിലൂടെ സഞ്ചരിച്ചു. മോൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചു, സർവശക്തനായ തമ്പുരാനെ, എന്റെ മോൻ ദീർഘയാത്രയിലാണ്, നീ അവനെ കാത്തു രക്ഷിക്കണമേ. മക്കൾക്ക് വേണ്ടി ഉമ്മമാർ നടത്തുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. മകൻ യാത്ര തുടരുകയാണ്. വിജനമായ പ്രദേശം. വീടുകളൊന്നും കാണാനില്ല. ഒരൊറ്റ മനുഷ്യനെയും കാണാനില്ല. ആരെയും കാണാനില്ല. എങ്കിലും അള്ളാഹു എന്റെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കണം? കുട്ടി സ്വയം ചോദിച്ചു. ശരിയാണ്, ഇൽമു നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുട്ടി അള്ളാഹുവിന്റെ പ്രത്യേക കാവലിലാകുന്നു. പെട്ടെന്ന് ഒരാൾ ചാടി വീണു. ഒരു കള്ളൻ. നിൽക്കവിടെ, കള്ളൻ കൽപ്പിച്ചു. കുട്ടി നിന്നു. കള്ളന്റെ മുഖത്ത് നോക്കി. എന്തു വേണം? നിന്റെ കയ്യിൽ പണമുണ്ടോ? ഉണ്ട്. എത്രയുണ്ട്? കുട്ടി കൃത്യമായ കണക്ക് പറഞ്ഞു. കള്ളൻ കുട്ടിയുടെ പോക്കറ്റ് പരിശോധിച്ചു. പറഞ്ഞത് സത്യം. കള്ളൻ ഞെട്ടി. നീ എന്താ സത്യം പറയാൻ കാരണം? എന്തു വന്നാലും സത്യം മാത്രമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കള്ളൻ അത് കേട്ട് വീണ്ടും ഞെട്ടി. വാ, എന്റെ കൂടെ വാ. കുട്ടി കള്ളന്റെ പിന്നാലെ നടന്നു. കൊള്ളത്തലവന്റെ മുമ്പിലെത്തി. ഈ കുട്ടിയെ ഞാൻ വഴിയിൽ നിന്ന് പിടികൂടിയതാണ്. ചോദ്യം ചെയ്തപ്പോൾ ഇവൻ സത്യം പറഞ്ഞു. അവന്റെ മുഖത്ത് യാതൊരു പരിഭ്രമവും ഭയവും കാണാനുമില്ല. കള്ളൻ സംഭവം വിശദീകരിച്ചു. സത്യം പറയണം. നിന്റെ കയ്യിൽ വേറെ പണമില്ലേ? നീ വേറെ പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? കൊള്ളത്തലവന്റെ ശബ്ദം ഒച്ചത്തിലായിരുന്നു. എന്റെ കയ്യിൽ വേറെ പണമില്ല. ഞാൻ സത്യമേ പറയൂ. കള്ളം പറയില്ലെന്ന് ഞാൻ പോരുമ്പോൾ ഉമ്മാക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കള്ളം പറഞ്ഞാൽ അള്ളാഹു കേൾക്കില്ലേ? കുട്ടിയുടെ വാക്കുകൾ കേട്ട് കൊള്ളത്തലവൻ കിടുകിടാ വിറച്ചു. ഈ കൊച്ചുകുട്ടി അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഞാനോ? കുട്ടിയുടെ പണം അവർ തിരിച്ചു കൊടുത്തു. ഈ കുട്ടി യാത്ര തുടർന്നു. ഈ സംഭവം ആ കള്ളന്മാരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കി. അവർ പിടിച്ചുപറി നിർത്തി. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. നിങ്ങളും ബഗ്ദാദിലെ കുട്ടിയെ പോലെ സത്യം മാത്രമേ പറയാവൂ. എന്തു വന്നാലും സത്യം പറയാനുള്ള ധൈര്യവും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. കുട്ടികൾ ഉറക്കെ പറഞ്ഞു. അതിനൊരു കൂട്ടക്കരച്ചിലിന്റെ ഈണമായിരുന്നു. കഥ കേട്ട് എല്ലാവരും കരയുകയായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഷാക്കിർ തന്റെ കവിളിൽ തടവി നോക്കി. ഇരു കവിളിലും കണ്ണീർ ചാലുകൾ. അന്ന് മദ്രസ വിട്ട് മടങ്ങുമ്പോൾ ഷാക്കിറിന്റെ മനസ്സിൽ ബഗ്ദാദിലെ കുട്ടിയുടെ മുഖമായിരുന്നു. ആ കുട്ടിയെ പോലെ തനിക്കും സത്യം മാത്രം പറയണം. എന്തു വന്നാലും സത്യമേ പറയൂ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ബഗ്ദാദിലെ കുട്ടിയെ പറ്റിയുള്ള ഓർമ്മയായിരുന്നു. രാവിലെ ഉണർന്നു. സുബഹി നിസ്കരിച്ചു. മദ്രസയിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു ഷാക്കിർ. അപ്പോൾ ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് ഷാക്കിർ കണ്ടു. വീട്ടിലേക്ക് വരികയാണ്. ആരാ അത്? ഈ കഥയുടെ ബാക്കി കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.